ഹലോ നമസ്കാരം, പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ പുഷ്പയാണ്, വയനാട്ടിൽ നിന്ന്. പുഷ്പ. മോന് വേണ്ടിയിട്ടാണ്. ഓക്കെ. മോന്റെ പേര് വിഷ്ണു അപ്പു എന്നാണ്. വിഷ്ണു അല്ലേ? വിഷ്ണു അപ്പു. വിഷ്ണു അപ്പു അല്ലേ? പിന്നെ ഇനീഷ്യൽ ഉണ്ടോ? എന്തോ? പിന്നെ ഇനീഷ്യൽ ഉണ്ടോ? ഇല്ല. വിഷ്ണു അപ്പു, അതാണ് മുഴുവനായിട്ടുള്ള പേര് അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 25/5/1992. 25/5/1992 അല്ലേ? അതെ. ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. കേൾക്കാമോ? ഹലോ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 7, ലൈഫ് പാത്ത് നമ്പർ 6 7ൻ്റെയും 6ൻ്റെയും ഒരു കൂടിച്ചേരലാണ്. അപ്പോൾ പൊതുവെ നല്ലത് തന്നെയാണ് പറയാനുള്ളത്. പേര് പക്ഷേ അതും ഒരു രാഹുവിൻ്റെ എനർജിയിലാണ് പേരിൽ ഇരിക്കുന്നത്, വിഷ്ണു അപ്പു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് വേറൊരു ലെറ്റർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ബെസ്റ്റ് ആക്കാൻ വേണ്ടി നോക്കാം. വേറെ പേര് അപ്പുക്കുട്ടൻ എന്നാണ്. അപ്പം അങ്ങനെ പറ്റുമോ? അപ്പുക്കുട്ടൻ എന്നുള്ളത് ടി ഇല്ലേ? ടി എന്നല്ലേ സ്പെല്ലിങ്ങിൽ? അപ്പുക്കുട്ടൻ. എന്തോ? അതെ, അപ്പുക്കുട്ടൻ. അതിലും ഏറ്റവും ബെസ്റ്റ് ആക്കുന്നില്ല. പിന്നെ ഉള്ളത് അമ്മയുടെ പേര് പുഷ്പ എന്നുള്ളതിൻ്റെ പി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ആക്കാൻ സാധിക്കുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഇനീഷ്യൽ എന്തെങ്കിലും അതായത് വീട്ടുപേരൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ നോക്കണോ? വീട്ടുപേര് ആച്ചനല്ലി എന്നാണ്. ഏതാണ്? ACHNALLY. എ ആണ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? അങ്ങനെ എ എന്ന് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേരായിട്ട് വരും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു അപ്പു എ ആ ഇനീഷ്യൽ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പവർഫുള്ളായിട്ടുള്ള മകൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു അവൻ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ഉയരാനൊക്കെ സാധിക്കുന്ന നല്ലൊരു പേരായിട്ട് വരും കേട്ടോ. അതായത് എനിക്ക് അവന് കല്യാണക്കാര്യം ഒന്ന് അറിയണം, പിന്നെ വീട് ഞങ്ങൾ വെച്ചിട്ടില്ല, അപ്പൊ അതും ഒന്ന് അറിയണമായിരുന്നു. ഓക്കെ. ഞാൻ അവന് മകനെ സംബന്ധിച്ചിടത്തോളം എത്ര അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ എന്നുള്ളത് പറയാം. അപ്പോൾ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കുറച്ച് എന്താ പറയുക, കാര്യങ്ങളെ സ്ലോ ചെയ്തിട്ട് പോകേണ്ട ഒരു വർഷമാണ് ന്യൂമറോളജി പ്രകാരം. എങ്കിലും കുടുംബപരമായിട്ടും വിവാഹമൊക്കെ നമുക്ക് അന്വേഷിക്കാം. ആലോചിച്ച് കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഫലം തന്നെ പ്രതീക്ഷിക്കാം. ഈ വർഷം അല്ലെങ്കിലും അടുത്ത വർഷമായിട്ട് അത് നടക്കാനുള്ള സാധ്യത കൂടുതൽ ഉണ്ട്. ഓക്കെ. അവനിപ്പം സ്ക്രാപ്പിന്റെ കടയാണ്. എന്താണ്? സ്ക്രാപ്പ്, ഈ ഗുജറി പഴയ സാധനങ്ങൾ എടുക്കുന്ന. ഓക്കെ. അത് നല്ലതാണോ? ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രിക്കൽ അങ്ങനെയൊക്കെയുള്ള ബേസിൽ പോയി കഴിഞ്ഞാൽ നല്ല ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇലക്ട്രിക്കൽ കട അതുപോലെയുള്ളത് ഇതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള പോവുകയാണെങ്കിൽ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വിൽപ്പന അങ്ങനെയൊക്കെ ഉള്ളതിന് നല്ല ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു എനർജി ഇതിലുണ്ട്. അതുകൂടാതെ ഇത് ഒഴിവാക്കിയിട്ട് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളും സപ്പോർട്ടീവാണ്. ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ ജീവിതത്തിന് ഒന്നും കൂടി കൂടുതൽ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഉദാഹരണത്തിന് സ്പ്രേ, തുണികൾ, നല്ല വലിയ തുണികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും മകനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവായിട്ടുള്ള ബിസിനസ്സുകളാണ്.
ഏത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ലാന്ന് മാത്രമേ പറയാനുള്ളൂ. പേരിൻ്റെ കൂടെ ഈ ഒരു എ എന്ന എനർജി ചേർക്കുന്നതോടുകൂടി അങ്ങനെയുള്ള വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അവനിപ്പോ അഗ്രികൾച്ചർ കഴിഞ്ഞ് നിൽക്കാണ്. അപ്പം കൊറോണ സമയത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയതാ. അപ്പോൾ അതാണ് അതിൻ്റെ എനർജി. ആ പേര് ഒന്നുകൂടി ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ യഥാർത്ഥ എനർജിയിലേക്ക് പോകാനൊക്കെ സാധിക്കും. പേരിലധികം ഗുണങ്ങൾ പറയാനില്ല, അത് തടസ്സങ്ങൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പേരിനെ ഞാൻ ഇപ്പം പറഞ്ഞ മാറ്റം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റുമെന്ന് മകനോട് ചോദിക്കുക. എൻ്റെ മകന് അത് സാധിക്കുമെങ്കിൽ ഓക്കെ, അത് കൂടുതൽ ഭാഗ്യത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത് ഗസറ്റഡ് വിജ്ഞാപനം വഴി തന്നെ മാറ്റേണ്ടി വരും. ഇനി അതല്ല ഏതെങ്കിലും ബുക്കിൽ, ഏതെങ്കിലും SSLC ബുക്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗവൺമെൻറ് രേഖയിൽ എന്നുണ്ടെങ്കിൽ, കാരണം വീട്ടുപേര് തന്നെയാണല്ലോ അത്, അപ്പോൾ എന്നുണ്ടെങ്കിൽ അത് എളുപ്പം ആധാർ കാർഡിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാം, പിന്നെ എവിടെയും ലീഗലി ഉപയോഗിക്കാം. അതൊരു വളരെ ഭാഗ്യദായകമാവും. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ നേടാൻ പറ്റുമെങ്കിലും അവരെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നഷ്ടങ്ങൾ വരുന്ന അവസ്ഥ, അതൊക്കെയാണ് ആ പേരിൻ്റെ എനർജിയിൽ വരേണ്ടത്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന എനർജി മറ്റൊരു സ്ഥലത്തേക്ക്, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ പഠിച്ചു കഴിഞ്ഞാൽ പോലും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ, അതൊക്കെ ഒരു ലക്ഷ്യബോധമില്ലാത്ത രീതിയിൽ പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ട്. അഗ്രികൾച്ചറും കുഴപ്പമില്ല, പക്ഷേ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള എനർജി തന്നെയാണ്. ഇപ്പൊ അവന്റെ ഇത് അങ്ങനെ തന്നെയാണ് സാറ് പറഞ്ഞ പോലെ. അതാണ്, അങ്ങനെയുള്ളതുണ്ട്. ആ അതന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ മാറ്റാൻ പറ്റാത്തതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് ജനിച്ച സമയത്ത് വരുന്നതാണ്. പക്ഷേ നമ്മുടെ പേര് എന്നുള്ളത് മാറ്റാൻ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് അനുകൂലമായിട്ടുള്ള സംഭവം പ്രതീക്ഷിക്കാം. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, വയനാട്ടിൽ നിന്ന് എന്നെ പുഷ്പയാണ് വിളിച്ചത് മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വിഷ്ണു അപ്പു എന്നത് ഹായ് എനർജി 49ൻ്റെ എനർജിയാണെന്നു. പക്ഷേ ഓക്കെ, അതൊരു വളരെ ദോഷം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, അവിടെ കേതുവിൻ്റെ എനർജിയിലായതുകൊണ്ട് മാത്രം ഓക്കെ കുഴപ്പമില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് മാത്രം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, എന്റെ പേര് സിറാജ് എന്നാണ്. സുരാജ്, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സിറാജ് അല്ലേ പറഞ്ഞത് പേര്? സിറാജ്, SIRAJ. സിറാജിന്റെ ഇനീഷ്യൽ എന്താണ്? ഇനീഷ്യൽ A for apple. എ. സിറാജ് എ അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ സിറാജിന്റെ. 20/10/1980 സിറാജ് എ അല്ലേ? ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം സിറാജ്. ഓക്കെ, ഹലോ സിറാജ്, കേൾക്കാമോ? ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 3. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും കൂടിച്ചേരൽ നമ്മൾ ന്യൂമറോളജിയിൽ പൊതുവെ ഒരു നല്ലതാണ് പറയേണ്ടത്. എങ്കിലും സിറാജ് എ എന്ന് മാത്രമാണ്, SIRAJ, സിറാജ് എ എന്ന് മാത്രമാണ് പേരെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ ലൈഫ് പാത്തിൽ ഒരു 3 ഉണ്ടായത് കൊണ്ട് തന്നെ വളരെ വളരെ ദോഷമല്ല എന്ന് പറയാം. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം. അതായത് പേഴ്സണാലിറ്റി എന്തായാലും 2ആണ്. 2ന് ഒരിക്കലും യോജിക്കാത്ത എനർജിയാണ് 9 ന്യൂമറോളജിയിൽ. അപ്പോൾ 9ൽ തന്നെയാണ് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പേരിൽ ചെറിയ മാറ്റം വരുത്തുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ആ തടസ്സങ്ങളും കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള മാനസികപരമായിട്ടുള്ള വിഷമങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടുള്ള ഒരുപാട് ടെൻഷൻ, അതൊക്കെയാണ് ഇതിൻ്റെ ഫലം പറയേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണോ ഇതിൻ്റെ എനർജിയിൽ വരുന്നത്? ടെൻഷൻ അല്ലേ ഒരുപാട്? ഓക്കെ, അപ്പോൾ അങ്ങനെ പേര് എ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓക്കെ, അതിപ്പം
അതല്ലാതെ ഫാദറിൻ്റെ പേര്? നാരായണ. സിറാജ് ഒരു കാര്യം ചെയ്യൂ, അതായത് പിന്നെ ഇപ്പോൾ ഇനീഷ്യലിൻ്റെ കൂടെ അച്ഛൻ്റെ പേരിൻ്റെ ഇനീഷ്യൽ കൂടി ആഡ് ചെയ്യും, അതായത് എൻ. അപ്പോൾ ഒരു നല്ല വളരെ ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരായിട്ട് മാറും അത്. അതായത് സിറാജ് AN, SIRAJAN, സിറാജ് AN. അപ്പോൾ പല കാര്യങ്ങളും ഒരു അത്ഭുതം പോലെ എളുപ്പമായിട്ട് വരുന്നത് കാണാം. വളരെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് വരും. ആഗ്രഹിക്കുന്ന പോലെ തന്നെ. നാരായണൻ എന്ന് എഴുതുമ്പോൾ അത് അത്ര പവർഫുൾ ആയിട്ട് കാണുന്നില്ല. ഒന്നും കൂടി ഞാൻ നോക്കാം. നാരായണൻ നാരായൺ ആയാലും കുഴപ്പമില്ല. NARAYAN, നാരായൺ. സിറാജ് നാരായൺ എന്നാക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മളെ മലയാളത്തിലെടുത്ത നാരായണൻ എന്ന് പറയുമ്പോഴേക്കും അത്ര സപ്പോർട്ടീവ് അല്ല. അതെ, നാരായൺ എന്ന് പറയുമ്പോഴേക്കും സിറാജ് നാരായൺ സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരാണ്. അത് വേണമെങ്കിൽ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ലൈഫ് പാത്തിൽ 3 വന്നിരിക്കുന്നത്. ഓക്കെ അല്ല, അത് ആ NA എന്ന് മാത്രമേ ബെസ്റ്റായിട്ട് പറ്റുള്ളൂ കേട്ടോ. NA എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോഴുള്ള ഇനീഷ്യൽ അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം അങ്ങനെ മാത്രം വെക്കുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് എളുപ്പം ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ കിട്ടിയ പോലെ അത് ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പേര് കിട്ടിയില്ലെങ്കിലും ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേര് ഉപയോഗിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ സിറാജ് NA എന്ന് വെക്കുക. അത് എളുപ്പമാണെന്ന് തോന്നുന്നു എനിക്ക്. അതായത് അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഇനീഷ്യലായി വെക്കാൻ എളുപ്പമാണ്. അത് നോക്കുക. നോക്കിയിട്ട് അത് ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ 2, 3 ക്രിയേറ്റീവായിട്ടുള്ള മേഖലകളിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഉയരങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു നമ്പറാണ് 2ൻ്റെയും 3ൻ്റെയും കൂടിച്ചേരൽ പൊതുവെ. ഓക്കെ. അപ്പോൾ അതിലേക്ക് ഇറങ്ങുക. അപ്പോൾ അത് ഇറങ്ങിയിട്ട് ഏത് മേഖലയിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഇതുമായിട്ട് വലിയ ബന്ധമില്ലതല്ല വർക്ക് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾക്ക് എളുപ്പമാകുന്ന കാര്യങ്ങൾ അതാണ്. മനോഹരമായ സൃഷ്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള എനർജി പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ എളുപ്പമാകും. അപ്പോൾ ഭാഗ്യസംഖ്യ എന്ന് പറയാനാൽ 7ഉം 3ഉം രണ്ടും ഭാഗ്യസംഖ്യകളാണ്. ഓക്കെ. 7, 3, 2 7, 3, 2 ഇല്ല, 2നെ ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് 2. ഇപ്പോൾ ഒരാളുടെ ജനിച്ച ഡേറ്റ് തന്നെ അവരുടെ ലക്കി നമ്പർ ആവണമെന്നില്ല ഒരു നിർബന്ധവുമില്ല. ചിലവർക്ക് അങ്ങനെ ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കേസിൽ 7ഉം 3ഉമാണ് ഏറ്റവും ഭാഗ്യദായകമായിട്ടുള്ള നമ്പേഴ്സ്. ഓക്കെ, 3. ഓക്കെ. എന്ന് വെച്ചിട്ട് ഒരു വണ്ടിയുടെ നമ്പറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടോട്ടൽ 5 വരുന്നത്. അതായത് അവസാനത്തെ 4 അക്കം മാത്രമേ നമുക്ക് കൂട്ടുള്ളൂ. അവസാനമുള്ള 4 അക്കം കൂട്ടുമ്പോൾ 5 കിട്ടണം. ഇപ്പോൾ ഉദാഹരണത്തിന് 1, 2, 2, 0 എന്നുള്ളൊരു നമ്പറാണെന്ന് കരുതുക. അപ്പോൾ 1, 2, 3, 2, 5. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇതാണ്. അതേപോലെ തന്നെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് എടുക്കാൻ ഉള്ള ഒരു മൊബൈൽ നമ്പർ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് 1ൻ്റെ എനർജിയിലാണ്. അത് ടോട്ടൽ വരുന്നത് 1 എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അത് +9 വരുന്നത് 1 എന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കൂ, എന്നാലേ മനസ്സിലാവുള്ളൂ. +91 ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ നമ്പറും കൂട്ടിയിട്ട് സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോൾ മാത്രമേ കിട്ടണം 1 എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് 9 + 4 + 5 അങ്ങനെ എല്ലാ നമ്പറും കൂട്ടിയിട്ട് അവസാനം ഒരു 28 കിട്ടുന്നത് എഴുതുക. അപ്പോൾ 2 + 8 10 പറഞ്ഞാൽ 1 + 0 1 അങ്ങനെയാണ് ആ 1 കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള മൊബൈൽ നമ്പറും നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് വരും. ഓക്കെ. ടോട്ടൽ വരുന്നത് 1 കിട്ടണം. അപ്പോൾ 28 ആയാലും 1 വരുന്നത്. 37, 46, 55, 64 ഇതെല്ലാം ഈ 1ൻ്റെ എനർജിയിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള നമ്പർ എടുക്കുക. കൂടുതൽ ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല, ഞാൻ നോക്കിയിട്ട് ഞാൻ തിരിച്ചു വേണ്ടി കോണ്ടാക്ട് ചെയ്തോളാം.
ഓക്കെ, എന്തായാലും എന്നെ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, എൻ്റെ പേര് പ്രഹ്ലാദ് എന്നാണ്. പ്രഹ്ലാദ് എവിടെ നിന്നാണ്? കണ്ണൂർ. കണ്ണൂർ. ഓക്കെ, കണ്ണൂരിൽ നിന്ന് പ്രഹ്ലാദിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ല, അത് മകന്റെ ആണ്. ഏതൻ എന്ന പേര്. EDHAN. ഏതൻ P. ഏതൻ, ETHAN അല്ലേ? EDHAN. ഏതൻ P. ഇനീഷ്യൽ P ആണ്. ഈ ബി ആണോ? ഏബൻ. ED. D ഫോർ ഡാൻസ് അല്ലേ? D ഫോർ ഡാൻസ്. EDHAN. ഇനീഷ്യൽ P ആണ്. P. ഓക്കെ, ഏതൻ P. പ്രഹ്ലാദൻ എന്നല്ല P ആയിരിക്കും അല്ലേ? ഓക്കെ, അത് എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. പ്രഹ്ലാദനാണോ? ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ടേ? പറയൂ. 26/4/2023. 26/4/2023. 26/4/2023. ഓക്കെ, 2023. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 1 8ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരലാണ്. വലിയ 2 സംഖ്യകളുടെ കൂടിച്ചേരലാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള പേര്, നിർബന്ധമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഓക്കെ, അപ്പോഴാണ് ആ 2 നമ്പറിൻ്റെയും ഗുണങ്ങൾ കിട്ടുക. അപ്പോൾ ഏതൻ P എന്നത് എൻ്റെ കൂടെ ഒരു ലെറ്റർ കൂടി നമുക്ക് ഏതെങ്കിലും ലെറ്റർ ആഡ് ചെയ്യാൻ പറ്റുമോ? അതായത് അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമോ അല്ലെങ്കിൽ തറവാട്ട് പേരോ? 2P പറ്റുമോ? P എന്നുള്ളത് സപ്പോർട്ടീവ് ആവില്ല. അമ്മയുടെ പേരിന് അമ്മയുടെ പേരിന്റെ വർഷ P ആണ്. അപ്പൊ എന്റെ പേര് പ്രഹ്ലാദ് എന്നാണ്. രണ്ടത് ഇനീഷ്യൽ A ആണ് വരുന്നത്. പ്രഹ്ലാദ് A ആണ്. അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്താ അറിയോ? ഏതൻ എന്നുള്ളത് നമുക്ക് ആ H ഒഴിവാക്കി കഴിഞ്ഞാൽ ADAN, ഏതൻ, അത് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. നമ്മൾ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കേരളത്തിൽ മാത്രമല്ലല്ലോ നിൽക്കുക, അവർ ലോകം മുഴുവൻ കറങ്ങേണ്ടവരാണ്. അപ്പം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പേര് പോലെ തന്നെ ആവും. അതാണ് ഞാൻ പറഞ്ഞത്. EDAN. EDAN. ഞാൻ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ റേഞ്ചിൻ്റെ അടുത്തേക്ക് ഒന്ന് മാറി നിൽക്കുക. EDAN, ഈഡൻ P എന്ന് മാത്രമാണെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ്. ഭാഗ്യത്തിനൊക്കെ കൊടുക്കുന്ന ഒരു പേരാണ്. പിന്നെ പ്രഹ്ലാദൻ, അത് P പ്രഹ്ലാദൻ എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? പ്രഹ്ലാദൻ ഇല്ല, പ്രഹ്ലാദൻ മാത്രമേ ഉള്ളൂ. PRAHALAD. അപ്പോൾ ഇനീഷ്യല് മാത്രം വെക്കുമ്പോഴാണ് ഇപ്പം ഇതിൽ ഒരു ബെസ്റ്റായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്രഹ്ലാദ് എന്ന് വെക്കാനും പറ്റുന്നില്ല. പിന്നെ അതായത് P എന്ന് മാത്രം, ഏതൻ P അങ്ങനെ മാത്രം വെക്കുമ്പോൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ്. ഭാഗ്യത്തിനൊക്കെ കൊണ്ടുവരാനുള്ള ഒരു പവർഫുൾ ആയിട്ട്. അതെ, EDAN P. അതെ. കാരണം വെച്ച് കഴിഞ്ഞാൽ മകനെ സംബന്ധിച്ചിടത്തോളം വലിയ 2 എനർജിയാണ് കൂടിയുള്ളത്. 8ൻ്റെ എനർജി 1ൻ്റെതും. അപ്പോൾ അതിന് 2നും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒരുപാട് കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിക്കാനും ഒക്കെയുള്ള എനർജിയാണ്. എന്ന് വെച്ചിട്ട് ജീവിതത്തിൽ പിന്നെ നല്ലതും മോശമായിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് വരും. അതേസമയം ഒരുപാട് പഠിക്കാനുള്ള എനർജിയും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കൃത്യമായിരിക്കണം പേര്. അപ്പോൾ എന്താവും, 2 ഗുണങ്ങളായിട്ട് വരും.
മനസ്സിലായോ? ഇതെല്ലാം ഭാഗ്യദായകമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഈ പേരിനെ മികച്ചതാക്കിയിട്ട് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഈ ശനിയുടെയും സൂര്യൻ, പൊതുവെ ശനിയും സൂര്യനും നമുക്ക് ഒന്നിച്ച് വെക്കാൻ പറ്റാത്ത രണ്ട് എനർജീസാണ്. അപ്പോൾ അത് ഒന്നിച്ചാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൃത്യമായിട്ടുള്ള ഒരു പേര് വെക്കുന്നത് കൊണ്ടാണ് അപ്പോൾ രണ്ടിൻ്റെയും വലിയ ഗുണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പേരല്ല വേറെ എന്തെങ്കിലും പേരാണ് ഇടാൻ നിങ്ങൾ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നോക്കിയിട്ട് തന്നെ ഇടുക. കുട്ടിക്ക് ഇപ്പൊ 1 വയസ്സാവാനായി. ഇപ്പൊ പേര് ഓൾറെഡി ഇട്ടതാണ്. അപ്പൊ ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ ആക്കുമ്പം എന്താ പേര് കൊടുക്കണേന്ന് വേണ്ടിയിട്ടാണ്. അതെ, ഇത് ഇപ്പം ഇങ്ങനെ വെക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിനുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പിന്നീട് എപ്പോഴും പാസ്പോർട്ടിലേക്ക് വരുമ്പോഴേക്കും അത് ഫുൾ ആയിട്ടുള്ള പേര് വരും. അപ്പോൾ ആ എനർജിയിൽ മാറും. ഇപ്പോൾ ഇത് സ്കൂളിൽ പഠിക്കുമ്പോഴോ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യുന്നതാണെങ്കിലോ കുഴപ്പമില്ല, അത് എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ വരും. പക്ഷേ അതല്ലാതെ നമ്മൾ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ആണ് വരിക. പ്രഹ്ലാദ് ഇപ്പം ഇതിൽ വെച്ചിട്ട് പൂർണ്ണമായിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ ഏതെന്നല്ല, ഇനി വേറെ എന്തെങ്കിലും ഒരു പേരാണെങ്കിൽ പ്രഹ്ലാദ് എന്ന് വെക്കാൻ പറ്റുമായിരിക്കും. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഏതെന്നല്ല ഈ ഒരു സ്പെല്ലിങ്ങിൽ മാത്രം നോക്കിയിട്ടാണ് പ്രഹ്ലാദ് എന്ന് വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്. അതേസമയം ഏതെന്നല്ല, ഏതെൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അപ്പോൾ നമുക്ക് സമയപരിമിതി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം പ്രഹ്ലാദ് എന്ന് വെക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ ഓപ്ഷൻസ് ആണ്. എന്തായാലും ഒരു ഇനീഷ്യൽ വെക്കുന്നത് പിന്നീട് ആ എനർജി മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ അവസ്ഥയിൽ എന്തായാലും ഏതൻ പി എന്ന് വെക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേരാണ്. അത് ഭാഗ്യത്തിനെ കൊണ്ടുവരും. പിന്നീട് അത് എക്സ്പാൻഡ് ആകുന്ന സമയത്ത് മാത്രമേ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ എന്നെ കണ്ണൂരിൽ നിന്നാണ് വിളിച്ചത്. കാരണം കൃത്യമായിട്ടുള്ള ഒരു കോളായിരുന്നു, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളായിരുന്നു വിളിച്ചത്. അദ്ദേഹവും അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയ ആളാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഏതെങ്കിലും ഒരു നമുക്ക് ഇന്ന് മഴ പെയ്യോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല അവരുടെ ജീവിതത്തിൽ, കുട്ടിയുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളെ കൊണ്ടുവരാൻ, മകനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിനാണ് ശ്രമിക്കേണ്ടത്, ന്യൂമറോളജി ഉപയോഗപ്പെടുത്തേണ്ടത്. എന്താണ് സംഭവിക്കുക എന്ന് അറിഞ്ഞിട്ട് നമുക്ക് കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല, അതങ്ങനെ തന്നെയാണ് വരുള്ളൂ. പക്ഷേ നമുക്ക് അതിനെ മാറ്റാൻ വേണ്ടി പറ്റും. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് കിട്ടുക. അല്ലാതെ റിസൾട്ടിനെ നമ്മൾ വെറുതെ അറിഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ റിസൾട്ടിനെ മാറ്റുകയാണ് വേണ്ടത്. നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് നേടുകയാണ് വേണ്ടത്. അതിനുള്ള എനർജിയും തന്നിട്ട് ആണ് ദൈവം, അല്ലെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ നമ്മളിങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നിൻ്റെ റിപ്പീറ്റേഷനാണ്. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഒരാളുടെ ജീവിതത്തിലുള്ളെങ്കിലുള്ള കാര്യമാണ് ഞാൻ അവസാനം പറഞ്ഞ് വെച്ചത്. അതിൽ ആദ്യം പറയേണ്ടത് അവർ അന്തർമുഖരായിരിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടാനുള്ള ഒരു താല്പര്യമാണ്. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സ് അവരെന്താ ചിന്തിക്കുന്നത് അത് അവരുടെ ഐഡിയാസൊന്നും വലിയ പിടുത്തം ഇവർക്ക് കിട്ടില്ല. അതായത് നിങ്ങളെ ട്രാപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലാനൊക്കെ, അല്ലെങ്കിൽ മറ്റ് ആൾക്കാർ നിങ്ങളെക്കുറിച്ച്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവരെന്താണ് ചിന്തിക്കുന്നതെന്നുള്ള ഐഡിയ കിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പ്രഷൻ കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് അവതരിപ്പിക്കാൻ പറ്റണം അല്ലേ. അപ്പോഴാണ് പ്രണയം, നല്ല സൗഹൃദം ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനും ഒരു ബ്ലോക്ക് അതിൽ കാണുന്നു എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോടൊന്നും ഒരു പക്ഷേ ക്ലോസ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ അതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഒന്ന്. അപ്പോൾ ഒരു പ്രാവശ്യമേ ഉള്ളൂവെങ്കിൽ നല്ല ഗുണങ്ങൾ, വലിയ ഗുണങ്ങളല്ല പറയേണ്ടത്. അതേസമയം ഒരാളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, അതായത് 1900 എല്ലാറ്റിലും ഉണ്ടാവും, കാരണം ഒന്നുണ്ടല്ലോ. അതേസമയം 2000 ജനിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ. ഒരു 20-ാം തീയതി ജനിക്കുന്നു, അതേസമയം 2-ാം മാസത്തിലാണ് ജനിക്കുന്നത്, അതായത് 2020 ജനിക്കുന്നത്. അപ്പോൾ അതിലെവിടെയും ഒന്നിനെ കാണാനേ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വരുന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ പൊതുവെ അവർ കാരിയറിൽ പ്രോബ്ലം, ഇതുപോലെ മറ്റുള്ളവരുടെ മനസ്സിലാക്കാനുള്ള പറ്റാത്ത അവസ്ഥ, അതുപോലെ കോൺഫിഡൻസ് കുറവ്,
അവർ എന്തോ എന്താ പറയുക മാനസികമായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരവസ്ഥയായിരിക്കും. അല്ലാതെ റിയാലിറ്റിയുമായിട്ട് അവർക്ക് കാര്യങ്ങൾ ബന്ധപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ദോഷങ്ങൾ, അവരുടെ എക്സ്പ്രഷൻ മറ്റുള്ളവരുടെ അവതരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരവും ഉണ്ട് ന്യൂമറോളജിയിൽ. അപ്പോൾ അത് സൂര്യൻ്റെ എനർജിയാണ് ഒന്നിനെ പൊതുവെ. അപ്പം പിന്നെ ഹൈന്ദവ വിശ്വാസികളൊക്കെ ആണെങ്കിൽ സൂര്യ നമസ്കാരം, സൂര്യനെ ധ്യാനിക്കാം, അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം. അതുപോലെ പ്രാർത്ഥനകൾ തന്നെയാണ് എല്ലാറ്റിനും പരിഹാരം അല്ലേ? മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാം അത് തന്നെ. പിന്നെ അതിന് മറ്റ് കുറച്ച് നമുക്ക് പരിഹാരമുണ്ട്. നമുക്ക് റെഡ് ചരട് കെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ടീവാണ്. പിന്നെ അതുപോലെ വീടിനകത്ത് പിന്നെ കിഴക്ക് വശത്തായിട്ട് 7 കുതിരകൾ ചാടുന്ന ഒരു ഫോട്ടോ നിങ്ങൾ ഒരുപക്ഷെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. 7 കുതിരകൾ ഓടുന്നതാണ്. അത് പിന്നെ ഇതുപോലുള്ള എനർജീനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഓഫീസാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കിഴക്ക് ഭാഗത്താണ് വെക്കേണ്ടത്. കിഴക്ക് ഭാഗത്ത് നിന്ന് പിന്നെ 7 കുതിരകൾ ഓടി വരുന്ന ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടീവ് ആകും. പൊതുവേ ഈ 7 കുതിരകൾ സൂര്യൻ്റെ രഥം വലിക്കുന്ന 7 കുതിരകളാണ്. അപ്പോൾ അതിനെ അങ്ങനെയാണ് പൊതുവെ വ്യാഖ്യാനിക്കുക. അത് പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് എനർജി നൽകുന്ന ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ ജലധാര കാണുന്നില്ലേ, ചില സ്ഥലത്ത് ഈ ബുദ്ധൻ്റെയൊക്കെ കയ്യിൽ നിന്നൊക്കെ ജലം ഒഴുകുന്ന, അതുപോലെ ഒരു ജലധാര സൃഷ്ടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അതും നോർത്ത് ഡയറക്ഷനിലാണ് സ്ഥാപിക്കേണ്ടത്. നോർത്ത് ഭാഗത്ത് വെക്കണം. അത് നിങ്ങളുടെ പിന്നെ ഇതുപോലെയുള്ള എനർജി കുറവുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അതിനുള്ള ചെറിയ ചെറിയ റെമഡീസാണ്. പിന്നെ ഏറ്റവും വലിയ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെയാണ്. പേരിൽ മാറ്റം വരുത്തുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക. അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. അതുപോലെ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലും കൺസൾട്ടേഷന് വിളിക്കണമെങ്കിൽ, അതായത് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പറല്ല, എന്തെങ്കിലും പേഴ്സണൽ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. 890 482 95 96. ഒന്നുകൂടി പറയാം, 890 482 95 96. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പറാണ്. ഓക്കെ, എന്തായാലും പിന്നെ പ്രോഗ്രാം സസൂക്ഷ്മം വീക്ഷിക്കുന്നതിൽ സന്തോഷം. അപ്പോൾ അടുത്തൊരു നല്ല എപ്പിസോഡായി കാണുന്നവരെ നന്ദി, നമസ്കാരം.